ഹലോ, വെൽക്കം ടു MCS. സമ്പാദിച്ചാൽ മാത്രം മതിയോ? അത് ചിലവാക്കുകയും വേണ്ടേ? തീർച്ചയായും സമ്പാദിച്ചാൽ മാത്രം പോരാ. നല്ല രീതിയിൽ സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ചിലവാക്കേണ്ടതുണ്ട്. നമ്മളുടെ സമ്പാദ്യം നമുക്കും നമ്മളുടെ ആശ്രിതർക്കും അഥവാ നമ്മുടെ കുടുംബത്തിനും നാട്ടുകാർക്കും രാജ്യത്തിനും ലോകത്തിനും തീർച്ചയായും ഉപകാരപ്പെടേണ്ടതുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വരവിന് ആനുപാതികമായി ചെലവ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. വരവെന്താണോ അതിൻ്റെ താഴെയുള്ള ഒരു സംഖ്യ ആയിരിക്കണം നമ്മൾ ചിലവാക്കേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, പിശുക്കും അതേസമയം ധൂർത്തും നന്നല്ല. ക്യാഷ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ചിലവാക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചിലവാക്കുന്ന ഓരോ സംഖ്യയും 1 രൂപ പോലും ആണെങ്കിലും അത് നമ്മളുടെ ചിലവും മറ്റുള്ളവരുടെ വരവുമാണെന്ന് മനസ്സിലാക്കുക. ക്യാഷ് ചിലവാക്കാതെ ബാങ്കിലോ വീട്ടിലോ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് അത് കിട്ടില്ല. മറ്റുള്ള ആളുകൾ സാമ്പത്തികമായി ഉയർന്നു വരികയുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണം ചിലവാക്കിക്കൊണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് നേടേണ്ടതില്ല. സോഷ്യൽ സ്റ്റാറ്റസ് എന്നത് നമ്മൾ സാമ്പത്തികമായി ഉയർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി തികച്ചും ഫ്രീ ആയി അതും ഉയർന്നു വരും. ക്യാഷ് കൊടുത്ത് ആരും സോഷ്യൽ സ്റ്റാറ്റസ് നേടാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ സുസുക്കി അൾട്ടോ കാർ വാങ്ങാനുള്ള കപ്പാസിറ്റി ആണ് ഉള്ളതെങ്കിൽ അത് വാങ്ങുക. അതേസമയം സുസുക്കി അൾട്ടോ കാർ വാങ്ങാനുള്ള ക്യാഷ് വെച്ച് ഫോർച്യൂണർ വാങ്ങി ബാധ്യത ഏറ്റെടുത്ത് സോഷ്യൽ സ്റ്റാറ്റസ് നേടാൻ വേണ്ടി ശ്രമിക്കരുത്. അത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നീടുണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സഹായിക്കുക, സഹകരിക്കുക, ചിലവാക്കുക. അതേസമയം പോക്കറ്റ് കാലിയാണെങ്കിൽ നോ എന്ന് പറയാനും മടിക്കേണ്ടതില്ല. നമ്മളുടെ മറുപടി സത്യസന്ധമായിരിക്കണം എന്നു മാത്രം. 2024 എന്ന വർഷം എല്ലാവർക്കും അഭിവൃദ്ധിയുള്ള, സാമ്പത്തികമായ പുരോഗതിയുള്ള വർഷമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സാമ്പത്തികപരമായ ശീലങ്ങൾ വളർത്തി ജീവിതം ഉഷാറാക്കുക, ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. Bye.